ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടച്ച് ദൈവത്തോട് നന്ദി പറയാം. നല്ല ഒരു ജീവിതം നമുക്ക് ദൈവം തന്നതിനെ ഓർത്ത്, നല്ല മാതാപിതാക്കളെ ദൈവം തന്നതിനെ ഓർത്ത്, നല്ല മാതാപിതാക്കൾക്ക് മകനായി അല്ലെങ്കിൽ മകളായി നിങ്ങൾക്ക് ജനനം ലഭിച്ചതിനെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. നമ്മുടെ കണ്ണുകളെ തുറക്കാം. ഞാൻ പണ്ട് പറയുമായിരുന്നു, എല്ലാവർക്കും എന്നെ അറിയാം, പക്ഷേ എല്ലാവർക്കും എന്നെ ശരിക്കും അറിയില്ല എന്ന്. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും എന്നെ ശരിക്കും അറിയാം. കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ടോക്ക് കേട്ടിട്ട് എല്ലാവരും എന്നോട് ചോദിച്ചു, സാറേ, ഞങ്ങൾ നന്നാവാൻ വേണ്ടിയുള്ള എന്ത് വചനമാണ് സാറ് കഴിഞ്ഞ ദിവസത്തെ സന്ദേശമായി തന്നത് എന്ന്. ഒരു മൈക്ക് തന്നു എന്ന് വിചാരിച്ച് സാറിൻ്റെ ദുഃഖങ്ങളെല്ലാം ഇങ്ങനെ മൈക്കിൽ പറയാൻ എന്താണ് കാരണമെന്ന്. ഞങ്ങൾ നന്നാവാനുള്ള വചനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ടോക്ക് നടത്തുകയെന്ന്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ സ്പീച്ച് ഞാൻ ഷർക്കിയ സയൻസിൽ പ്രോഗ്രാമിൻ്റെ ഇടയിൽ പറയാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തതായിരുന്നു. പിന്നെ പണ്ടേ തൊട്ട് അരൂപി കുറവായതുകൊണ്ട് ഞാൻ എന്തോരം വചനം പറഞ്ഞാലും അത് വചനമായി തോന്നാത്തത് നിങ്ങളുടെ ഉള്ളിൽ അരൂപി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കുട്ടി എന്നോട് പറഞ്ഞു, സാറേ, ഞാൻ കുറച്ച് ദിവസമായിട്ട് ആബ്സെൻ്റ് ആയിരുന്നു സാറ്, അതുകൊണ്ട് എന്നെ ഇത്രയും ദിവസം മിസ് ചെയ്തോ എന്ന്. ഇന്ന് വേറൊരു പെൺകുട്ടി എന്നോട് ചോദിച്ചു, സാറ് മുസ്ലിമാണോ, സാറ് കല്യാണം കഴിച്ചതാണോ, സാറിന് ചിക്കൂസൊക്കെ ഉണ്ടോ എന്ന്. ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെൺകുട്ടികളുടെ അടുത്തേക്ക് എനിക്ക് പോകാൻ തന്നെ പേടിയാണ്. കാരണം അവരുടെ അടുത്ത് നിന്നാൽ നമ്മളെയും കൂട്ടിയുള്ള അവർ സെൽഫി എടുക്കും, എന്നിട്ട് ഒരു ദിവസം കൊണ്ട് നമ്മളെ ലേഡീസ് ഹോസ്റ്റലിൽ ഫേമസ് ആക്കി മാറ്റും. കർമ്മ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാനിപ്പോൾ അതാണ് അനുഭവിക്കുന്നത്. പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ഗാനമേളയ്ക്ക് പക്ഷി പറത്തിയും കൂവിയും കമൻ്റ് അടിച്ചൊക്കെയായിരുന്നു എൻ്റെ ജീവിതം. പക്ഷേ ഈ പ്രെയർ ഗ്രൂപ്പിൽ വന്ന് ഇപ്പോൾ നന്നാവാൻ തുടങ്ങിയപ്പോൾ പെണ്ണുങ്ങളുടെ ശാപമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ അറബി പെണ്ണുങ്ങൾ വരെയാണ് എന്നെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പെൺകുട്ടി എന്നോട് ചോദിച്ചു, സാറേ, സാറിൻ്റെ ഡ്രീം എന്താണ്? ഞാൻ പറഞ്ഞു, എൻ്റെ ബക്കറ്റ് ലിസ്റ്റുള്ള എല്ലാ ഡ്രീംസും ആഗ്രഹങ്ങളും കഴിഞ്ഞുവെന്ന്. ഇനി എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു 40 വയസ്സായി കഴിയുമ്പോൾ നിങ്ങൾ പഠിച്ച ഇബ്ര കോളേജിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇന്ത്യയിൽ നിന്നുള്ള ആ എവി സാറിനെ ആദ്യം ഓർമ്മ വരുത്തണം എന്ന്. കഴിഞ്ഞ ദിവസം ഞാനൊരു സിനിമ കണ്ടു. ആ സിനിമയാണ് ഇന്നത്തെ എൻ്റെ സ്പീച്ച് പറയാനുള്ള എനിക്ക് പ്രേരണ തന്നത്. ആ സിനിമയുടെ പേര് വാഴ 2 എന്ന്. ആ സിനിമയുടെ തുടക്കത്തിൽ തന്നെ നായകൻ വായുവിൻ്റെ ശബ്ദമുണ്ടാക്കി കാമുകിയെ അറ്റൻഷൻ നേടുന്ന ശ്രമിക്കുന്നുണ്ട്. ഈ സീൻ കണ്ടപ്പോൾ ഞാനും ചിരിച്ചുപോയി. കാരണം ഞാനും കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതുപോലെ ശബ്ദം കേൾപ്പിക്കുമായിരുന്നു. 1 രൂപ തൊട്ട് എറിഞ്ഞിട്ട് കൊടുത്തിട്ട് ചേച്ചിമാരോട് അത് എടുത്തു തരുമോ എന്നൊക്കെ ചോദിച്ചു. എൻ്റെ കുസൃതികൾ അങ്ങനെ ഒപ്പിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ മസ്കറ്റിലുള്ള എൻ്റെ കസിൻ ബ്രദർ എന്നോട് ചോദിച്ചു, നിനക്ക് നാണമില്ലേ വചനം പറയുന്നു എന്ന രീതിയിൽ മൈക്കിൻ്റെ മുന്നിൽ കയറി സ്വന്തം ജീവിതം ഇങ്ങനെ പറയുന്നു എന്ന്? നീ നിൻ്റെ വില കളഞ്ഞു കുടിക്കുകയല്ലേ? നീ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു കോമാളിയായി മാറുകയല്ലേ എന്ന് ചോദിച്ചു. എൻ്റെ അമ്മയും ചോദിച്ചു, ഇബ്രാഹിം, വചനം പറയാൻ നീ മാത്രമേ ഉള്ളൂ എന്ന്. ഞാൻ ഈ 2 പേരോടുമായിട്ട് പറഞ്ഞു, ഇബ്രാഹിം, പലർക്കും ഇല്ലാത്തതും എനിക്കുള്ളതുമായ ഒരു സാധനം എനിക്കുണ്ട്. അതിൻ്റെ പേര് ഗട്സ്. ഈ ഇരിക്കുന്ന 10-15 വയസ്സുള്ള കുട്ടികൾ 30-40 വയസ്സായി കഴിയുമ്പോൾ അവർ ഇബ്രാഹിമിലെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് ആദ്യം ഓർമ്മ വരേണ്ടത് പ്രെയർ മീറ്റിങ്ങിൽ പോയിരിക്കുമ്പോൾ സ്വന്തം ജീവിതം പച്ചയ്ക്കും ഒരു സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ച എവി സാറിനെ ആയിരിക്കണം.
നിങ്ങളുടെ 24 മണിക്കൂർ ജീവിതത്തിൽ നിങ്ങൾ എന്നെക്കുറിച്ച് 2 മിനിറ്റ് ചിന്തിക്കാൻ, സംസാരിക്കാൻ ഇടയായാൽ അതാണ് എൻ്റെ ജീവിതത്തിലെ വിജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജീവിതം സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഒരു മിശ്രിതമാണ്. നമ്മുടെ ജീവിതം സുഖത്തിലും ദുഃഖത്തിലും എങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ഇത്രയും നാളും എൻ്റെ ജീവിതത്തിലെ റിയൽ എക്സാമ്പിൾ വെച്ച് ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തത്. കേൾക്കാൻ ഇത്തിരി സുഖത്തിന് വേണ്ടി ഇത്തിരി മസാലയൊക്കെ ഇട്ടെങ്കിലും ഞാൻ പറഞ്ഞതൊക്കെ സത്യങ്ങളാണ്, സംഭവിച്ച കാര്യങ്ങളാണ്. ചിലർക്ക് എവിസാറ് പുളി ഒടിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് ചെയ്യാനാ, എൻ്റെ മാതാപിതാക്കൾ എന്നെ സത്യം പറയാനാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒപ്പം ആരെയും പേടിക്കരുതെന്നും പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അമ്മയോട് ഞാൻ ചോദിച്ചു, എന്തിനാണ് ഞാൻ ജനിച്ചത്, എന്തൊക്കെയാണ് ഞാൻ ഈ ജീവിതത്തിൽ ചെയ്യേണ്ടത്, എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന്. എൻ്റെ അമ്മ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, എനിക്ക് നീ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല, നീ ജനിച്ചു പോയി, അതുകൊണ്ട് നീ ജീവിക്കുക എന്ന്. വർഷങ്ങൾ ശേഷം ഞാൻ ഇതിലുള്ള ഉത്തരം എനിക്ക് കിട്ടി. ജീവിതത്തിൽ നിനക്ക് എന്ത് കിട്ടി, അല്ലെങ്കിൽ എന്ത് ലഭിച്ചു, അല്ലെങ്കിൽ നിനക്ക് ഭാവിയിൽ എന്ത് കിട്ടും, നിനക്ക് ജീവിതത്തിൽ നിനക്ക് എത്ര സമയം ഉണ്ട് എന്നല്ല നോക്കേണ്ടത്. ജീവിതത്തിൽ എന്തോരം സമയം ഉണ്ടെങ്കിൽ പോലും നിനക്ക് കിട്ടിയ ഓരോ നിമിഷവും നിങ്ങൾ ജീവിച്ചിരുന്നോ എന്നാണ് നോക്കേണ്ടത്. നിങ്ങൾ ഓർക്കും, സോഫി ചേച്ചി ഒത്തിരി പ്രാവശ്യം എന്നോട് നിർബന്ധിച്ചിട്ടായിരിക്കാം എവി സാറ് സ്പീച്ച് പറയാൻ വേണ്ടി തയ്യാറായത് എന്ന്. ഒരിക്കലുമല്ല. 2001 ഞാൻ തീരുമാനിച്ചതാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ഒരു സ്റ്റേജിൽ കയറി തുറന്നു പറയണമെന്ന്. ഞാൻ അങ്ങനെ ഒരു അവസരത്തിന് നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇങ്ങനെ സ്വന്തം വില കളഞ്ഞ് സ്വന്തം ജീവിതം മറ്റുള്ളവരുടെ മുന്നിൽ വിളിച്ച് സാറിന് എന്ത് കിട്ടിയെന്ന്. ഞാൻ പറയും, ഞാൻ നിങ്ങളെക്കാളും ഒരു മികച്ച വ്യക്തിയായി മാറിക്കഴിഞ്ഞു. സൊസൈറ്റിയെയും ലോകത്തെയും എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നോർത്ത് പേടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയല്ല. ലോകവും ആര് എന്ത് ചിന്തിച്ചാലും, എന്ത് പറഞ്ഞാലും, എന്ത് കളിയാക്കിയാലും ഒന്നും യേശില്ലാത്ത ഒരു അൺസ്റ്റോപ്പബിൾ വ്യക്തിയായി മാറിക്കഴിഞ്ഞു എന്ന്. എല്ലാ ഭാര്യമാരും ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ ഭാര്യയും പറഞ്ഞു, എനിക്ക് ഭാര്യ പറഞ്ഞാൽ കേൾക്കുന്ന, കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു പാവം ഭർത്താവിന് മതിയെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് 1000 ആളുകളുടെ മനസ്സിൽ ജീവിക്കുന്ന, ഞാൻ മറഞ്ഞു പോയാലും എന്നെ ഓർക്കാനായിട്ട് എന്തെങ്കിലും എനിക്ക് ചെയ്തു കൂട്ടണമെന്ന്. ഞാനെപ്പോഴും ചിന്തിക്കും, ഈ ഗാന്ധിജിക്ക് എന്തിൻ്റെങ്കിലും കേടുണ്ടോ? സൗത്ത് ആഫ്രിക്കയിൽ നല്ല സുഖമുള്ള ജോലി കളഞ്ഞിട്ട് ഇന്ത്യയിൽ വന്ന് ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്ത് അവസാനം വെടിയേറ്റ് മരിക്കാൻ. നമ്മളെപ്പോലെ ഇരുന്ന് തിന്ന് കുടിച്ച് അപ്പിയിട്ട് അങ്ങനെ ജീവിതം അങ്ങ് തീർത്താൽ പോരാമായിരുന്നോ എന്ന്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുത്തത്, ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെടുത്തതല്ല. തോക്കിനും മരണത്തിനും മുന്നിൽ അടിപതറാതെ നിൽക്കുന്ന ഗാന്ധിയുടെ വ്യക്തിത്വത്തിന് മുന്നിൽ ബ്രിട്ടീഷുകാരെ തോറ്റുപോയതാണ്. അതല്ലേ ഗാന്ധിയെക്കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷ് ജേർണലിസ്റ്റ് പോലും ഇന്ത്യയിൽ വന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് അദ്ദേഹത്തെ പഠിച്ചത്. എൻ്റെ കുഞ്ഞുമക്കളോട് ഗാന്ധി പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എല്ലാവർക്കും ആധ്യാത്മികമായി വേണ്ടത് സക്സസ് ആണ്. അതിലേക്കുള്ള ഒരു ജേർണിയിൽ നമ്മളെ പലരും കളിയാക്കും, പലരും പുച്ഛിക്കും, തടസ്സപ്പെടുത്തും, നിങ്ങൾക്ക് കഴിയില്ല എന്നും പറയും. ചിലർ നിങ്ങളെ ഉപദ്രവിക്കുകയും ചെയ്യും. അതിൻ്റെ അവസാനം മാത്രമേ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ വാഴ 2 അവസാനം കണ്ടില്ലേ, പഠിക്കൂ എന്ന മെസ്സേജ്. ഞാൻ 2001 ഒരു വർഷം ഞാൻ വീട്ടിലിരുന്ന സമയത്ത് ഒരു ബാങ്കിലെ കാഷ്യർ എന്നോട് ചോദിച്ചു, നീ എന്ത് ചെയ്യുകയാണ് എന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ചുമ്മിയിരിക്കുകയാണ് എന്ന്. അപ്പോൾ ആ മേഡം എന്നോട് പറഞ്ഞു, എവീസ് ചുമ്മിയിരിക്കുകയല്ല, എവീസ് ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് എന്ന്. എനിക്കും നിങ്ങളെപ്പോലെ ഇൻ്റർവ്യൂ, സ്റ്റേജ് ഫിയർ, പെണ്ണുങ്ങളോട് സംസാരിക്കാനുള്ള മടി, ഇതെല്ലാം ഉണ്ടായിരുന്നു. ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാനും
പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി പേടികൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഓരോ പേടിയെ എടുത്ത് ഞാൻ തന്നെ ഫേസ് ചെയ്തു തുടങ്ങി. നമ്മുടെ ഫിയറിനെ നമ്മൾ തന്നെ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ കോൺഫിഡൻ്റ് ആയി മാറും. പത്രത്തിൽ വോക്കിൻ ഇൻ്റർവ്യൂ ഒക്കെ എറണാകുളത്ത് നടക്കുമ്പോൾ ഞാൻ പോകും. ഇൻ്റർവ്യൂവിൽ ഫേസ് ചെയ്ത് ചിലത് പരാജയപ്പെടും, പക്ഷെ ചിലത് പാസ്സാവുകയും ചെയ്യും. ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കുന്നില്ല എന്ന് തോന്നിയാൽ നിങ്ങളുടെ ആഗ്രഹം ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ചോദിക്കുക, അവരുടെ മക്കൾ എന്താകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് എന്ന്. അവരുടെ ആഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കുക. നിങ്ങൾക്ക് പലതും നഷ്ടപ്പെടും, ഉറക്കം, കൂട്ടുകാർ, വീട്ടിലെ ഫങ്ഷൻസ്. പക്ഷേ വർഷങ്ങൾ ശേഷം നിങ്ങൾ നിങ്ങളുടെ പേരൻസിൻ്റെ ആഗ്രഹം നിർവഹിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ പേരൻസ് നിങ്ങൾ കാരണം തലയുയർത്തി മറ്റുള്ളവരുടെ മുന്നിൽ വച്ച് നിങ്ങളുടെ അച്ചീവ്മെൻറ്റിനെ കുറിച്ച് പൊക്കി പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതാണ് മക്കളായ നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനം. ഞാൻ ഡിഗ്രിക്ക് പഠിക്കാൻ തീരുമാനിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, നിന്നെ ഞാനൊരു ബോയ്സ് കോളേജിൽ കൊണ്ടുവിടാം എന്ന്. ഞാൻ പറഞ്ഞു, പൂക്കളില്ലാത്ത തോട്ടത്തിൽ തേനീച്ചയ്ക്ക് എന്ത് കാര്യമെന്ന്. ഇത് മനസ്സിലായ അച്ഛൻ എന്തായാലും ഒരു മിക്സഡ് കോളേജിലാണ് എന്നെ ചേർത്തത്. ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, നീ ഒരു ടീച്ചറായി മാറണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, ഞാൻ ഒരു ടീച്ചറാകാം, പക്ഷേ നാട്ടിലെ ടീച്ചർമാരെ പോലെ കീറിയ ഷർട്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷർട്ടും ഇട്ടൊന്നും നടക്കാൻ എനിക്ക് ആഗ്രഹമില്ല. പോരാത്തതിന് കുട്ടികൾക്ക് ഒരു റോൾ മോഡലായി ജീവിക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഒരു 10 to 4 ടീച്ചറായി മാറിയിരിക്കും ഞാൻ എന്ന്. ഒരു കുട്ടിക്കും റോൾ മോഡലായി ജീവിതം കളയാൻ വേണ്ടി എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ അച്ഛൻ ചോദിച്ചു, നിന്നെ ഞാനൊരു കോളേജിൻ്റെ പ്രിൻസിപ്പാളാക്കിയാൽ നീ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആ കോളേജിലെ 2 മിടുക്കന്മാരായ ടീച്ചേഴ്സിനെ കണ്ടെത്തും. എന്നിട്ട് ഒരു ടീച്ചേഴ്സിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നിയമിക്കും, മറ്റേ സാറിനെ സ്റ്റുഡൻസിൻ്റെ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ ചുമതലപ്പെടുത്തുമെന്ന്. അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു, നിന്നെ നടുക്കടലിൽ കൊണ്ട് ഇട്ടാൽ പോലും നീ നാക്കുകൊണ്ട് തുഴഞ്ഞ് കരയ്ക്ക് എത്തുമെന്ന്. ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ MA സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് എപ്പോഴും എൻ്റെ അച്ഛൻ ചോദിക്കും, നീ ഇംഗ്ലീഷിൽ തോറ്റവനല്ലേ, പിന്നെ നീ എങ്ങനെയാണ് MAക്ക് ഫസ്റ്റ് ക്ലാസ് മേടിച്ചത് എന്ന്. അതിനുത്തരം എൻ്റെ ഈ കയ്യിൽ കിടക്കുന്ന ചെയിനാണ്. ഡിഗ്രി പാസ്സായി കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഫാദർ ഗിഫ്റ്റായിട്ട് തന്നതാണ് ഈ ചെയിൻ. അന്ന് അദ്ദേഹം ആഗ്രഹിച്ച പോലെ ഒരു നല്ല മാർക്ക് എനിക്ക് മേടിച്ച് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ പറ്റിയില്ല. പകരം ഞാൻ MAക്ക് ഫസ്റ്റ് ക്ലാസ് മേടിച്ച് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ പറ്റി. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തോറ്റു കഴിയുമ്പോൾ അല്ലെങ്കിൽ തോക്കുമ്പോൾ നിങ്ങളുടെ പേരൻസിൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കുക. എനിക്ക് വേണമെങ്കിൽ വീട്ടിലിരുന്ന് ചുമ്മാ പുട്ടും പഴവും കഴിച്ച് ജീവിക്കാനുള്ള വകയുണ്ടായിരുന്നു. എന്നാലും ഞാൻ പോരാടി. ഇന്ന് കാണുന്ന ഒരാളായി മാറാൻ വേണ്ടി ഒത്തിരി സാക്രിഫൈസസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ജോലി ഉള്ളപ്പോൾ പോലും തമിഴ്നാട്ടിൽ ബസ് സ്റ്റാൻഡിലിരുന്ന് ഞാൻ നേരം വെളുപ്പിച്ചിട്ടുണ്ട്. പിശുക്കനായിട്ടല്ല, ഒരു ന്യൂ എക്സ്പീരിയൻസിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ഒരു കുപ്പി വെള്ളവും 2 കിലോ പഴവുമായിട്ട് ഞാൻ ഒത്തിരി യാത്രകൾ ചെയ്തിട്ടുണ്ട്. ഒത്തിരി ചീത്തവിളിയും ഞാൻ കേട്ടിട്ടുണ്ട്. ഒത്തിരി അവഗണന, കളിയാക്കൽ, ഇതെല്ലാം അനുഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് കരുതി ഞാൻ മുന്നേറിയിട്ടുണ്ട്. എലൻ മസ്ക് പറഞ്ഞിട്ടുണ്ട്, 10 വർഷം കൊണ്ട് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ 1 മാസം കൊണ്ട് ചെയ്തു തീർക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു അൺസ്റ്റോപ്പബിൾ പേഴ്സണാലിറ്റിയായി നിങ്ങൾ മാറും. കേരളത്തിൽ ചെല്ലുമ്പോൾ ഞാൻ എന്നെ തന്നെ കേരളത്തിലെ എലൻ മസ്ക് എന്നാണ് വിളിക്കാറുള്ളത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള 3 വ്യക്തികൾ എന്ന് പറഞ്ഞാൽ, 1 വൈദികർ, 2 സിസ്റ്റേഴ്സ്, 3 ടീച്ചേഴ്സ്. ഇവരെ കണ്ടാൽ പിന്നെ ഞാൻ ആ വഴിക്ക് പിന്നീട് പോവുകയില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ് അവരെ.
ചെറുപ്പം മുതലേ. ചെറുപ്പത്തിൽ ഒരച്ഛൻ എന്നോട് ചോദിച്ചു, നീ ആ പാട്ട് പാടുന്ന പെൺകുട്ടിയുടെ ആങ്ങളെയല്ലേ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല, ആ പാട്ട് പാടുന്ന പെൺകുട്ടി എൻ്റെ പെങ്ങളാണ് എന്ന് പറഞ്ഞ തർക്കുത്തരമാണ് ഞാൻ പറഞ്ഞത്. സിസ്റ്റേഴ്സിൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ വെള്ളം കുടിക്കാനുള്ള ബക്കറ്റ് മേടിക്കാൻ വേണ്ടി പിരിവിടുമ്പോൾ എല്ലാവർക്കും 50 പൈസയാണെങ്കിൽ ഗൾഫുകാരനായ മകന് 2 രൂപയാണ്. അന്ന് എനിക്ക് ബക്കറ്റും വേണ്ട വെള്ളവും വേണ്ടാമെന്ന് പറഞ്ഞു തുടങ്ങിയ എതിർപ്പാണ് സിസ്റ്റേഴ്സിനോട്. ടീച്ചേഴ്സിനോട് ചെറുപ്പം തൊട്ടേ പഠിക്കാൻ കഴിവില്ല, ഗുഡ് ഫോർ നത്തിങ്, ഇൻസൾട്ട് ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവരോടുള്ള സ്നേഹവും എനിക്ക് കൂടി. ഇതൊക്കെ നിങ്ങളോട് പറയാൻ കാരണം എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിക്കാതെ പറ്റാതെ വരുന്നത്, ഇഷ്ടപ്പെട്ട ജോലി കിട്ടാതെ വരുന്നത്, ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടാണ്. അന്നേരം എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിച്ചത്, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ ഇങ്ങനെ സംഭവിച്ചത് എന്നോർത്ത് ഇരിക്കാതെ പോരാടണം. നിങ്ങളെ തന്നെ അഭിനന്ദിച്ച് നിങ്ങളിൽ ഉള്ള ഒരു പോരാളിയെ പുറത്തു കൊണ്ടുവരണം. നിങ്ങളുടെ ഓരോ സ്കില്ലിനെയും വളർത്തിയെടുക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് വിജയമുണ്ടാകും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഇത്രയും നേരം സക്സസിനെ കുറിച്ച് പറഞ്ഞല്ലോ, ദൈവത്തെക്കുറിച്ച് എന്താണ് പറയാത്തത് എന്ന്. ഞാൻ തോൽക്കാൻ വേണ്ടി MAയുടെ ഒരു എക്സാം ബ്ലൂ, ബ്ലാക്ക്, റെഡ്, ഗ്രീൻ എല്ലാ കളർ പേനയും കൊണ്ട് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് പോലും എനിക്ക് 60% കിട്ടി, പാസ്സായി. ഞാൻ ഒരിക്കലും എക്സാം ഈസി ആകാൻ വേണ്ടി പ്രാർത്ഥിക്കാറില്ല. മറിച്ച് എല്ലാ എക്സാം പേപ്പറും മാർക്ക് ചെയ്യുമ്പോൾ ആ സാറ് അല്ലെങ്കിൽ ആ ടീച്ചർ നല്ല മൂഡിലായിരിക്കാം എന്ന് മാത്രമേ ഞാൻ പ്രെയർ ചെയ്യാറുള്ളൂ. ബൈബിളിൽ എവിടെയോ പറയുന്നുണ്ട്, നീ നിൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ വിശ്വസിക്കുക, നിൻ്റെ ബുദ്ധിയിൽ ആശ്രയിക്കരുത്, നിൻ്റെ എല്ലാ വഴികളിലും അവനെ അംഗീകരിക്കുക, അവൻ നിൻ്റെ പാതകൾ ശരിയാക്കുമെന്ന്. ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കാറില്ല. പകരം മാതാവിനോട് പ്രാർത്ഥിക്കും, കരഞ്ഞു പ്രാർത്ഥിക്കും. എൻ്റെ തടസ്സങ്ങൾ മാറിപ്പോകാനല്ല, മറിച്ച് പരീക്ഷണങ്ങളിൽ എൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയാണ്. അപ്പോൾ മാതാവ് നമ്മുടെ കൂടെ നിന്ന് നമുക്ക് വേണ്ട അനുഗ്രഹങ്ങൾ അമ്മ പറഞ്ഞ് മകനിലൂടെ നമുക്ക് നേടിത്തരും. ഞാൻ ആദ്യമായിട്ട് നന്നാവാൻ നോക്കിയത് 2001 20-ാം വയസ്സിൽ, അന്ന് ഡിഗ്രി എക്സാം കഴിഞ്ഞ് റിസൾട്ടിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ മുരിങ്ങൂർ ധ്യാനകേന്ദ്രത്തിൽ പോയി. ആദ്യം അവിടെ ഒരു കൗൺസിലറിൻ്റെ അടുത്ത് പോയി. എന്നിട്ട് പറഞ്ഞു, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, എനിക്കതെല്ലാം ഒന്ന് സോൾവ് ചെയ്ത് തരണം എന്ന്. അപ്പോൾ ആ കൗൺസിലർ പറഞ്ഞു, നീ പറ, ഞാൻ ശരിയാക്കി തരാമെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ ഒന്നാമത്തെ പ്രശ്നം, എനിക്ക് എൻ്റെ ഫാദറിനോട് ഒരു ഫീലിങ്സും തോന്നുന്നില്ല. എല്ലാ വർഷവും 1 മാസത്തേക്ക് വരുന്നു, ഫാദറിനോട് ഒരു ഫീലിങ്സും തോന്നുന്നില്ല എന്ന്. അപ്പോൾ ആ കൗൺസിലർ എന്നോട് പറഞ്ഞു, നിൻ്റെ ഫീലിങ്സ് എല്ലാം പറഞ്ഞ് ഒരു നീണ്ട കത്ത് നീ അദ്ദേഹത്തിന് വേണ്ടി എഴുതുക എന്ന്. അങ്ങനെ ഞാനൊരു നീണ്ട കത്ത് അദ്ദേഹത്തിന് വേണ്ടി എഴുതി. ഞങ്ങളുടെ ഫീലിങ്സ് പരസ്പരം പങ്കുവച്ചു. ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന ആ ഗ്യാപ്പ് ഇല്ലാതായി. ഞാനിപ്പോഴും പറയും, എൻ്റെ അപ്പൻ കൂടെയുണ്ടെങ്കിൽ ഏത് കുറ്റിക്കാട്ടിലേക്കും ഞാൻ വരാൻ തയ്യാറാണ് എന്ന്. എൻ്റെ കസിൻസ് പറയും, നീ എന്തിനാണ് എപ്പോഴും അച്ഛൻ പറയുന്നത് കേട്ട് എപ്പോഴും എവിടെ പോയാലും നിൻ്റെ അപ്പൻ്റെ കൂടെ നീ നടക്കാറുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ പറയും, എനിക്കൊരു തെറ്റ് പറ്റിയാൽ എൻ്റെ കൂട്ടുകാർ എന്നെ തള്ളിപ്പറയും, ചിലപ്പോൾ ഇട്ടേച്ചു പോകും. പക്ഷേ അച്ഛന്മാർ നമ്മുടെ മുകളിൽ വരുന്ന ഏത് ആക്രമണങ്ങളെയും ആദ്യം അവർ നേരിടും. നമ്മളെ തെറ്റുകൾ നമ്മളോട് ക്ഷമിക്കും. എല്ലാത്തിനും അവസാനമായിട്ട് അവർ ഫുഡ് കഴിക്കാതെയും ലുബ്ധിച്ചും ഉണ്ടാക്കിയമായ എല്ലാ സ്വത്തുക്കളും നമുക്ക് തന്നിട്ട് അവർ വേറൊരു ലോകത്തേക്ക് പോകും. എൻ്റെ അപ്പൻ എപ്പോഴും എന്നോട് പറയും, നീ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് നീ എന്നോട് ഒരു പാർക്കിൽ വെച്ച് ഒരു കോള ചോദിച്ചു. 1 രൂപ 50 പൈസ എടുത്ത് തരാൻ എനിക്ക് പറ്റിയില്ല. നിനക്ക് നല്ലൊരു ജീവിതം തരാൻ വേണ്ടിയാണ് നിനക്ക്
വേണ്ടിയാണ് ഞാൻ ഗൾഫിൽ പോയത്. അതാണ് അച്ഛന്മാരുടെ സാക്രിഫൈസ്. ആ കൗൺസിലറോട് ഞാൻ ചോദിച്ചു, ആ കൗൺസിലർ എന്നോട് ചോദിച്ചു, എന്താണ് നിന്റെ രണ്ടാമത്തെ പ്രശ്നമെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഹോളിഡേയ്സ് കാരണം അവളോട് സംസാരിക്കാൻ പറ്റാതെ വന്നപ്പോൾ നമുക്കൊരു കത്ത് എഴുതിയിരുന്നു. ആ കത്ത് അവളുടെ അമ്മ വായിച്ച് പ്രശ്നങ്ങളുണ്ടാക്കി. അപ്പോൾ ആ കൗൺസിലർ പറഞ്ഞു, നീ ഇപ്പോൾ പഠിക്കേണ്ട ഒരാളാണ്, നീ പഠിക്കണം, ഈ ബന്ധങ്ങളിലൊന്നും നീ പോയി ചേരരുത് എന്ന്. അതുകൊണ്ട് ഈ ബന്ധം നീ നിർത്തുക എന്ന്. എൻ്റെ നീറിപ്പുകഞ്ഞ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ആശ്വാസം തന്ന കൗൺസിലറിൻ്റെ കയ്യിൽ ഒരു ഉമ്മ കൊടുത്തിട്ടാണ് ഞാനന്ന് അവിടുന്ന് കുമ്പസാരിക്കാൻ വേണ്ടി മാറിയത്. അങ്ങനെ പാപങ്ങൾ ഏറ്റിച്ചു പറയാൻ വേണ്ടി ഞാൻ കുമ്പസാരിക്കാൻ വേണ്ടി പോയി. ഈ ചെറിയ വയസ്സിൽ ഒത്തിരി പാപങ്ങൾ ചെയ്തു കൂട്ടിയതുകൊണ്ട് ഞാൻ കുമ്പസാരം ദീർഘിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ആ 10 കൽപ്പനകളും ഞാൻ തെറ്റിച്ചിട്ടുണ്ട്. അച്ഛൻ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, 5ാമത്തെ കൽപ്പന. ഞാൻ പറഞ്ഞു, അച്ഛാ, ഉണ്ട്, വീട്ടിലെ കോഴി, ഉറുമ്പ് ഇവയൊക്കെ ഞാൻ കൊന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു, 6ാമത്തെ കൽപ്പന. അപ്പോൾ ഞാൻ അച്ഛനെ നോക്കി ഒന്ന് ചിരിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്നാൽ നീ വിശദമായിട്ടൊന്ന് പറയുമെന്ന്. ഞാൻ പറഞ്ഞു, ഒരു സ്ത്രീയെ മുഷിച്ച കണ്ണുകൊണ്ട് നോക്കിയാൽ ആ സ്ത്രീയുമായിട്ട് പാപം ചെയ്തു എന്നല്ലേ ബൈബിളിൽ എവിടെയോ പറഞ്ഞിട്ടുള്ളത് എന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എൻ്റെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കിയിട്ട് പറഞ്ഞു, കടക്ക് പുറത്ത് വെറുതെ ആശിപ്പിച്ചു എന്ന്. അങ്ങനെ പറഞ്ഞ് അച്ഛൻ അവിടുന്ന് എണീറ്റ് പോയി. വീണ്ടും എനിക്ക് നന്നാവാനുള്ള ഒരു അവസരം ലഭിച്ചു. കല്യാണത്തിന് മുമ്പ് എൻ്റെ അച്ഛൻ എന്നെ കുമ്പസാരിക്കാൻ വേണ്ടി കൊണ്ടുപോയി. ഞാൻ കണ്ണാടിയിൽ നോക്കിയിട്ട് ചോദിച്ചു, ഈ നിഷ്കളങ്കമായ മുഖമുള്ള എനിക്ക് ഞാൻ ഏതെങ്കിലും തെറ്റുകൾ ചെയ്യുമെന്ന് എനിക്ക് എന്നെ തോന്നുന്നുണ്ടോ എന്നൊക്കെ. പക്ഷേ എൻ്റെ അച്ഛൻ പറഞ്ഞു, ഇത് കല്യാണത്തിന് മുമ്പ് ഉള്ള ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പാപങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ സാധാരണ ആണുങ്ങൾ കോമൺ ആയിട്ട് ചെയ്യുന്ന പാപങ്ങളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ആ കുമ്പസാരത്തിന് പോയി ഞാൻ രക്ഷപ്പെട്ടു. വർഷങ്ങൾക്ക് ശേഷം എനിക്ക് 3ാമതായിട്ട് രക്ഷപ്പെടാനുള്ള ഒരു അവസരം ലഭിച്ചു. കല്യാണം കഴിഞ്ഞ് എൻ്റെ ഭാര്യ എന്നെ നന്നാക്കാൻ വേണ്ടി ഗാഗുൽത്ത ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് കുമ്പസാരിക്കാനായി ഒരുങ്ങിയപ്പോൾ ഭാര്യ ചോദിച്ചു, ഏതൊക്കെ പാപങ്ങളാണ് പറയാൻ പോകുന്നത് എന്ന്. അപ്പോൾ ഞാൻ കോമൺ ആയിട്ട് പറയാൻ പോകുന്ന പാപങ്ങളൊക്കെ ഞാൻ ഭാര്യയോട് പറഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞു, നീ പോയിട്ട് ഒരു 100 പേജുള്ള ബുക്ക് എടുത്തുകൊണ്ട് വാ, ഞാൻ പറഞ്ഞു തരാം പാപങ്ങൾ എന്തൊക്കെയാണ് എന്ന്. അങ്ങനെ ആദ്യം തൊട്ടുള്ള പാപങ്ങൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു. സ്വന്തം ഭാര്യയുടെ സൗന്ദര്യത്തെ ഉയർത്തി പറയുന്നില്ല. 2, സ്വന്തം ഭാര്യയെ ഇടയ്ക്കിടയ്ക്ക് സണ്ണി ചേച്ചിയുമായിട്ട് ഉപമിക്കുന്നു. ഞാൻ 100 പാപങ്ങൾക്ക് പകരം 250 പേജുള്ള ബുക്ക് നിറച്ച പാപങ്ങളുമായിട്ട് ഞാൻ വിറച്ച് കുമ്പസാരക്കൂട്ടിലേക്ക് നീങ്ങി. അങ്ങനെ എൻ്റെ പാപങ്ങളെല്ലാം ഞാൻ ബുക്കിൽ നോക്കി പറഞ്ഞു തുടങ്ങിയപ്പോൾ അച്ഛൻ എൻ്റെ തത്രപ്പാട് കണ്ടിട്ട്, ഈ 250 പേജുള്ള ബുക്കും കണ്ടിട്ട്, ഇവനൊരു നടക്കി പോകില്ല എന്ന് പറഞ്ഞ് കുമ്പസാരക്കൂട്ടിൻ്റെ പുറത്തേക്ക് മുഖമിട്ട് ചോദിച്ചു, നീ ചെയ്ത തെറ്റ് പറഞ്ഞ് ബുദ്ധിമുട്ടുന്നതിനേക്കാൾ നല്ലത് നീ ചെയ്യാത്ത തെറ്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതിയെന്ന്. അപ്പോൾ ഞാനൊന്ന് ചിരിച്ചു. അച്ഛൻ പറഞ്ഞു, തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞാൽ പോയി ചത്തൂടെ എന്ന് ചോദിച്ചു. ഇനി നീ ജീവിച്ചിരുന്നൊരു കാര്യമില്ല, കാരണം നീ എല്ലാ കുറ്റങ്ങളും ചെയ്തിരിക്കുന്നു എന്ന്. അങ്ങനെ അച്ഛൻ 10 നന്മയും 10 സ്തുതിയും ചെല്ലാൻ പറഞ്ഞ് എന്നോട് അവിടുന്ന് അയച്ചു. നമ്മുടെ ഈശോ ഭയങ്കര പാവമാണ്. നമ്മൾ എന്തോരം തെറ്റ് ചെയ്താലും ഈശോ നമ്മളെ ക്ഷമിക്കും. ഞാൻ
എന്നോട് തന്നെ പറഞ്ഞു, നമ്മൾ ആരാധിക്കുന്ന പല സെയിൻസും എന്നെക്കാളും വലിയ ഉടായ്പകളായിരുന്നു. വേണമെങ്കിൽ എന്തെങ്കിലും അനുഗ്രഹം വേണമെങ്കിൽ ഇപ്പോഴേ തന്നെ എൻ്റെ അടുത്ത് വന്ന് അനുഗ്രഹം മേടിച്ചോളൂ. കാരണം ഞാൻ ഫേമസ് ആയി കഴിഞ്ഞാൽ ഇപ്പോഴക്കാർക്ക് എന്നെ കണ്ടുപിടിക്കാൻ പോലും പറ്റുകയില്ല. ഒരിക്കൽ എൻ്റെ അങ്കിൾ എന്നോട് ചോദിച്ചു, നിനക്ക് പള്ളിയിൽ വരുമ്പോൾ എന്താ വിശപ്പ് വല്ലതും ഉണ്ടോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താണ് അങ്ങനെ ചോദിക്കാൻ കാരണമെന്ന്. നീ എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കുന്നു അല്ലേ? അങ്ങനെ ചോദിച്ചതിന് ശേഷം ഞാൻ പിന്നീട് എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കാതെയായി. പിന്നീട് എൻ്റെ സിസ്റ്റർ എനിക്ക് പറഞ്ഞു തന്നു, ഓരോ കുർബാനയിലും ഈശോയുടെ ശരീരമാണ് അർപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് അന്ന് തൊട്ട് ഞാൻ കുർബാന സ്വീകരിച്ചു തുടങ്ങി. എൻ്റെ ഫ്രണ്ട് ഒരിക്കൽ എന്നോട് ചോദിച്ചു, നീ എന്താണ് കുർബാനയ്ക്ക് പോകുമ്പോൾ കുളിക്കാതെ വരുന്നത് എന്ന്. നീ ഒരു കല്യാണത്തിൽ പോകുമ്പോൾ നീ കുളിച്ചല്ലേ പോകാറുള്ളൂ. അതുകൊണ്ട് യേശുവിനെ സ്വീകരിക്കാൻ പോകുമ്പോൾ കുളിച്ച് മാനസികമായി ഒരുങ്ങി വേണം കുർബാനയ്ക്ക് പോകാനെന്ന്. ഒരിക്കൽ എൻ്റെ അമ്മ ഒത്തിരി ക്യാപ്സൂൾ കഴിക്കുന്നത് കണ്ടിട്ട് ഞാൻ അമ്മയോട് ചോദിച്ചു, എന്തിനാണ് ഇത്രയും ക്യാപ്സൂൾ കഴിക്കുന്നത് എന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, പണ്ട് നിനക്ക് മഞ്ഞപ്പിത്തം പിടിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് നിനക്ക് ഓർമ്മയുണ്ടോ? നിന്നെ നഷ്ടപ്പെടും എന്നുള്ള ആദിയിൽ നിന്നാണ് ഞാൻ ഹൈ BP വന്ന് ആ ക്യാപ്സൂൾ കഴിച്ചു തുടങ്ങിയത് എന്ന്. എൻ്റെ കാല് ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എന്നെ നോക്കാനായിട്ട് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് എന്നെ നോക്കാൻ വേണ്ടി അച്ഛൻ നിൽക്കുന്നത് എന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒരാൾക്ക് സ്വന്തം അച്ഛനും അമ്മയും നഷ്ടപ്പെടുമ്പോൾ ഒരു വലിയ വേദനയല്ല, പക്ഷേ അയാൾ ജീവിച്ചിരിക്കെ സ്വന്തം മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് അദ്ദേഹത്തിന് താങ്ങാൻ പറ്റില്ല എന്ന്. അന്ന് ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു, ഞാൻ മരിച്ചിട്ട് അച്ഛൻ മരിച്ചാൽ മതിയെന്ന്. കഴിഞ്ഞ ജനുവരിയിൽ നാട്ടിൽ പോയപ്പോൾ എൻ്റെ പറമ്പിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു അമ്മച്ചി ഞാൻ കാണാൻ പോയി. ഞാൻ ചെന്നിട്ട് ഒരു പെർഫ്യൂം കൊടുത്തു. എനിക്ക് ജോലി കിട്ടി എൻ്റെ ഗ്രാൻഡ് പേരൻസിന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവർ ഇന്നിവിടെ ഇല്ല. ജീവിതം അങ്ങനെയാണ്. നിങ്ങൾ സൈസിലായിരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാകില്ല. നിങ്ങളുടെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ ആഗ്രഹിച്ച ഡ്രസ്സും മേടിച്ചിടാൻ നോക്കുമ്പോൾ നിങ്ങൾ ഓവർ സൈസ് ആയിരിക്കും. എൻ്റെ ഗ്രാൻഡ് പേരൻസിനെ ഹോസ്പിറ്റലൊക്കെ കിടക്കുമ്പോൾ ഞാനായിരുന്നു അവരുടെ കൂടെ നിന്നുകൊണ്ടിരുന്നത്. ചുമ്മാ അവരുമായിട്ട് സംസാരിക്കും, അവരുടെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് കേട്ട് ഇങ്ങനെ ഇരിക്കും. ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതും എൻ്റെ ഗ്രാൻഡ് പേരൻസിനെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെയുള്ള സമയം അത് എൻജോയ് ചെയ്യാൻ ശ്രമിക്കൂ. ഇന്നത്തെ സ്പീച്ചിലെ ബൈബിൾ കോട്ട്സ് തീരെയില്ല, കാരണം അരൂപിയില്ല. യേശുദാസ് പറഞ്ഞിട്ടുണ്ട്, സ്വരം നന്നായിരിക്കുമ്പോൾ നമ്മൾ പാട്ട് നിർത്തണം എന്ന്. അതുകൊണ്ട് ഇത് എൻ്റെ അവസാനത്തെ സ്പീച്ചാണ്. എല്ലാവരും പറഞ്ഞു അരൂപി തീർത്തും ഇല്ല എന്ന്. ഇനിയും ഒത്തിരി കഥകൾ പറയാനുണ്ട്. വേണമെങ്കിൽ കോഫി ഷോപ്പിലിരുന്ന് പറയാം. പക്ഷേ ഈ വേദിയുടെ ബഹുമാനിക്കുന്നത് കൊണ്ട് ഇവിടെ പറയാൻ പറ്റില്ല. എൻ്റെ വർഷങ്ങളായ ഒരു ആഗ്രഹമായിരുന്നു ഒരു വേദിയിൽ മൈക്കിൻ്റെ മുമ്പിൽ ഇങ്ങനെ എൻ്റെ ജീവിതം പറയണമെന്ന്. ആ ആഗ്രഹം പൂർത്തിയായിരിക്കുന്നു. എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. നമ്മുടെ സുന്ദരി ടീച്ചറിൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം ഞാൻ ഇന്ന് പറയാൻ പോവുകയാണ്. ടീച്ചർ സൂര്യനെ കാണാറില്ല. വെയിൽ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒരു കുടയും ചൂടിയാണ് നടക്കുന്നത്. ഈ കാണുന്ന കുഞ്ഞുങ്ങളോട് 2 വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ജീവിതത്തിൽ ലക്ഷ്യമല്ല പ്രാധാന്യം, ഈ യാത്രയാണ്. പഠിക്കുക, ഒരു ജോലി മേടിക്കുക, കല്യാണം കഴിക്കുക, ഒരു വീടുണ്ടാക്കുക, മക്കളെ കെട്ടിക്കുക, അവരുടെ മക്കളെ ഓമനിക്കുക, അവസാനം ഉള്ളതൊക്കെ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് ഈ ലോകത്തിൽ നമ്മൾ പോകും. ഈ യാത്രയിൽ
നിങ്ങൾ തോൽക്കും, നിങ്ങൾ പലതും നഷ്ടപ്പെടും, നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാതെ വരും. എപ്പോഴും മാതാവിൽ നമ്മുടെ യാതനകൾ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഒത്തിരി ഒത്തിരി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ഇന്നർ വോയിസ് വരും. ആ ഇന്നർ വോയിസ് നമ്മൾ കേൾക്കാൻ ശ്രമിക്കുക. അത് ദൈവത്തിൻ്റെ സ്വരമാണ്. ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു കോട്ട് പറയാം: ഫെയിലിയർ ഈസ് നോട്ട് ഫെയിലിയർ ടിൽ യു ആക്സെപ്റ്റ് ഫെയിലിയർ ആസ് യുവർ ഫെയിലിയർ എന്ന്. ജീവിതത്തിലെ തോൽവികളെല്ലാം സ്വന്തം തോൽവികളായി കാണാതെ ഈ തോൽവികളെല്ലാം വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായി നമ്മൾ കണ്ട് നമ്മൾ ജീവിക്കുക. നമ്മുടെ ജീവിതത്തിൽ പ്ലാൻ എ അത് നടന്നില്ലെങ്കിൽ പ്ലാൻ ബി, പ്ലാൻ ബിയും നടന്നില്ലെങ്കിൽ പ്ലാൻ സി എന്ന് കണ്ട് നമ്മുടെ ജീവിതത്തിൽ മുന്നേറുക. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.